ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്കിന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. ദർ ആർ 3 എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, ദാറ്റ് ഈസ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. അതിൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ. ദ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ് ഈസ് ദ മെറ്റീരിയൽ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റർ, അതല്ലെങ്കിൽ സബ്സ്റ്റൻസിനാണ് നമ്മൾ പറയുന്ന മെറ്റീരിയൽ എന്ന്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിനാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയലിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ ആർ ദോസ് മെറ്റീരിയൽ വിച്ച് ക്യാൻ കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രോഡക്റ്റ്. മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽ. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ആ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് പറയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന്. അതുമല്ല എങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് പറയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. These materials becomes the part of the finished goods. ഇത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പാർട്ടായിരിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഭാഗമായിരിക്കും. എന്ന് വെച്ചാൽ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്കൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിൽ ഇങ്ങനെയുള്ള ഡയറക്റ്റ് മെറ്റീരിയൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് പറയുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പാർട്ടായ മെറ്റീരിയൽസിനാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽ മില്ല്. ടെക്സ്റ്റൈൽ മില്ല് അല്ലേ, നമ്മൾ ഡ്രസ്സൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. നമുക്ക് ആ ഡ്രസ്സിൽ തന്നെ കോട്ടൺ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലെതർ ഇൻ ഷൂസ്. നമ്മൾ ഷൂസ് എടുക്കുകയാണെങ്കിൽ, ഷൂസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഷൂസിൽ തന്നെ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലായ ലെതർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടിമ്പർ ഇൻ ഫർണിച്ചർ. ഫർണിച്ചർ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയലാണ് തടി, ടിമ്പർ എന്ന് പറയുന്നത്. ഇതൊക്കെ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ. അടുത്തത് ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നോക്കാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽ വിച്ച് കനോട്ട് കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ്. ദീസ് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൽ കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലാത്ത മെറ്റീരിയൽസാണ്. ഇത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പാർട്ടാകുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ പ്രോഡക്റ്റിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ ആ പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റുമല്ല. ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ്, ക്ലീനിങ് മെറ്റീരിയൽസ്, കോട്ടൺ വേസ്റ്റ്, കോൾ എക്സെട്ര. ഇപ്പം പറഞ്ഞ ഇത്രയും മെറ്റീരിയൽസ് ആണെന്ന് വെച്ചാൽ ഓയിൽ, ഗ്രീസ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, ക്ലീനിങ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഒരിക്കലും ആ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അല്ലേ. ഓയിൽ, ഗ്രീസ് ഇതൊക്കെ നമ്മൾ മെഷീനിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്.
ഓയിൽ നമ്മൾ ഒരു മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് മെഷീനിലേക്ക് നമ്മൾ ഓയിലും ഗ്രീസൊക്കെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീനിങ് മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെഷീനൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ അതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കാണുന്നുമില്ല. അപ്പം ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ ഭാഗമല്ലാത്ത ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആ പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാനും സാധിക്കുകയില്ല. ഇപ്പം മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. മെറ്റീരിയലിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തെ എലമെൻറ്റ്സ് ആണ് ലേബർ. ഫോർ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഹ്യൂമൻ എഫേർട്ട് ഈസ് റിക്വയർഡ്. സച്ച് ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് ലേബർ. റിമ്യൂണറേഷൻ ഓൺ ലേബർ ഈസ് കോൾഡ് വേജസ്. നമുക്കറിയാം ഒരു റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റണമെങ്കിൽ അവിടെ ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഹ്യൂമൻ എഫേർട്ടിന് പറയുന്നതാണ് ലേബർ എന്ന്. അപ്പോൾ ഈ ലേബേഴ്സിന് കൊടുക്കുന്ന റിമ്യൂണറേഷനാണ് വേജസ്. There are two types of labor, direct labor and indirect labor. ലേബറിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ലേബറായിട്ടും ഇൻഡയറക്റ്റ് ലേബറായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ ഈസ് ദ ലേബർ വിച്ച് ക്യാൻ കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ്. Direct labor is directly engaged on production. ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുന്ന വ്യക്തിക്കാണ് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റാൻ വേണ്ടി ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളാണ് ഡയറക്റ്റ് ലേബർ. എന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ലേബറിൻ്റെ ആ ലേബർ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്ക് ആ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിലേക്ക് ഇവരുടെ വർക്ക് അല്ലെങ്കിൽ ഈ ലേബേഴ്സിന് കൊടുക്കുന്ന കോസ്റ്റ് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ലേബേഴ്സാണ് ഡയറക്റ്റ് ലേബേഴ്സ്. ഈ ഡയറക്റ്റ് ലേബേഴ്സ് ഒക്കെ സാധാരണ രീതിയിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. സാധാരണ രീതിയിൽ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാൻ വേണ്ടി ഏതൊക്കെ ലേബേഴ്സാണോ വർക്ക് ചെയ്യുന്നത് ആ ലേബേഴ്സിന് കൊടുക്കുന്ന വേജസ് ഡയറക്റ്റ് ലേബറിന് എക്സാമ്പിളാണ്. ദെൻ അടുത്തത് ഇൻഡയറക്റ്റ് ലേബർ. ഇറ്റ് ഈസ് ദ ലേബർ വിച്ച് ഈസ് നോട്ട് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഓൺ പ്രൊഡക്ഷൻ. ഇറ്റ് കനോട്ട് കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ്. ഹെൻസ് ഇറ്റ് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ്ഡ് ടു പ്രൊഡക്ഷൻ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാത്ത വ്യക്തികളാണ് ഇൻഡയറക്റ്റ് ലേബേഴ്സ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ലേബർ കോസ്റ്റ് നമുക്കൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാതെ ഇൻഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൂപ്പർവൈസേഴ്സ്, വാച്ച്മാൻ, സെയിൽസ്മാൻ, ഡയറക്ടേഴ്സ്, ഫോർമാൻ, ഇവരൊക്കെ ഇൻഡയറക്റ്റ് ലേബേഴ്സിന് എക്സാമ്പിളാണ്. കാരണം ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും പ്രൊഡക്ഷൻ നടത്തുന്നില്ല അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അവർ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സൂപ്പർവൈസ് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ, അവർ വർക്ക് ചെയ്യുന്നില്ല. അവർ ഈ വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും.
അപ്പം ഇങ്ങനെയുള്ള ലേബേഴ്സിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പം ലേബർ എന്ന് പറഞ്ഞാൽ ഇത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് രണ്ടാമത്തെ എലമെൻ്റാണ്. ലേബറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ലേബർ എന്നും ഇൻഡയറക്റ്റ് ലേബർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പഠിക്കാൻ. അടുത്തത് മൂന്നാമത്തെ എക്സ്പെൻസസ്. ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റും അല്ല ലേബർ കോസ്റ്റും അല്ലാതെ വരുന്ന ബാക്കി എല്ലാ കോസ്റ്റും നമ്മൾ പറയുന്നത് എക്സ്പെൻസസ് എന്നാണ്. മെറ്റീരിയൽ കോസ്റ്റും അല്ല ലേബർ കോസ്റ്റും അല്ലാതെ വേറെ എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് എല്ലാം എക്സ്പെൻസസ് കാറ്റഗറിയിൽ പെടുന്നതാണ്. എക്സ്പെൻസസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നും. അതിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്ന് നോക്കാം. Direct expenses are those expenses which are neither direct material nor direct labor but are directly charged to particular product or job. These are specially incurred in production of a particular product. Direct expenses are also called chargeable expenses or productive expenses. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിലേക്കോ ഏതെങ്കിലും ഒരു ജോബിലേക്കോ ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസിനെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന എക്സ്പെൻസസിന് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഉണ്ടാകുന്ന എക്സ്പെൻസസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസിനെ ചാർജബിൾ എക്സ്പെൻസസ് എന്നും പ്രൊഡക്റ്റീവ് എക്സ്പെൻസസ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിന് ചില മോഡൽസ് ഉണ്ടാവും, ചില ഡിസൈൻ ഉണ്ടാവും, ചില പാറ്റേൺ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള പാറ്റേണ്, ഡിസൈൻസ്, ഡ്രോയിങ്സ്, മോഡൽ ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കുക, ഒരു പ്രോഡക്റ്റ് ഇവിടെ പറയുന്നുണ്ട് ദീസ് ആർ സ്പെഷ്യലി ഇൻകേർഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഒരു പ്രത്യേക പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിസൈന്, അതിനുവേണ്ടിയുള്ള പാറ്റേൺ, മോഡൽ, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾ. അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ദോസ് വിച്ച് cannot be identified with a particular product or job. They are apportioned to cost center. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ലാത്ത കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ്, അങ്ങനെയുള്ള എക്സ്പെൻസസിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. സാധാരണ രീതിയിൽ ഇത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പം ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തിൻ്റെയെങ്കിലും ബേസിസിൽ, സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ശ്രദ്ധിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ലാത്ത എക്സ്പെൻസസിന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് സാധാരണ രീതിയിൽ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്യൂട്ടബിൾ ബേസിസിൽ നമ്മൾ അപ്പോർഷൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെൻറ്റ്, റേറ്റ്സ്, ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ്, അഡ്വർടൈസിങ്, പവർ ആൻഡ് ലൈറ്റിംഗ് എക്സെട്ര, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് എക്സാമ്പിളാണ്. അപ്പം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ 3 എലമെൻറ്റ്സ് ആണ് പഠിച്ചത്. മെറ്റീരിയൽ,
ലേബർ, എക്സ്പെൻസസ്. ഓക്കെ, മെറ്റീരിയൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ലേബറിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസസിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സും എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പെടുന്നതാണ്. ഓവർ ഹെഡ്സ് ആർ ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. Overheads cannot be conveniently and directly charged to a specific cost center or cost unit. These are to be apportioned or absorbed. These are also called on cost. Overheads. Overheads എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെല്ലാം കൂടെ കൂട്ടി നമ്മൾ പറയുന്നതാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെയും ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇതെല്ലാം കൂടെ കൂട്ടിയുള്ളതാണ് ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒന്നും നമുക്ക് ഒരു പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതിനെ നമ്മൾ സ്യൂട്ടബിൾ ബേസിസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓവർ ഹെഡ്സിന് ഓൺ കോസ്റ്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഓവർ ഹെഡ്സിനെ ഓൺ കോസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പം ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. Then there are 4 types of overheads: factory overheads, office overheads, selling overheads and distribution overheads. ഓവർഹെഡ്സ് 4 തരം ഓവർഹെഡ്സ് ആണുള്ളത്. അതിൽ ഫാക്ടറി ഓവർഹെഡ്സ് ഒക്കെ. ഫാക്ടറി ഓവർഹെഡ്സ് പറഞ്ഞാൽ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓവർഹെഡ്സ് ആണ് ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് വെച്ചാൽ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് ചാർജസ്. ഇൻഡയറക്റ്റ് ചാർജസ് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആകാം, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലേബർ ആകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആകാം. ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ചാർജസ് ഫാക്ടറിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഫാക്ടറി ഓവർഹെഡ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോർസ്, ഫാക്ടറി റെൻറ്റ്, ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ടു മെഷീനറി, ഫാക്ടറി ഇൻഷുറൻസ്, കോൾ, ഗ്യാസ്, പവർ, ഇതൊക്കെ ഫാക്ടറി ഓവർഹെഡ്സിന് എക്സാമ്പിളാണ്. ഇത് രണ്ടാമത്തത് ഓഫീസ് ഓവർഹെഡ്സ്. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡ്സ് പറഞ്ഞ പോലെ തന്നെ ഓഫീസിൽ ഉണ്ടാകുന്ന ഓവർഹെഡ്സ്. ഓഫീസിലുണ്ടാകുന്ന ഓവർഹെഡ്സ്. ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആകാം, ഇൻഡയറക്റ്റ് ലേബർ ആകാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആകാം. ഇങ്ങനെ ഓഫീസിലുണ്ടാകുന്ന ഈ ഇൻഡയറക്റ്റ് ചാർജസിനാണ് ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് റെൻറ്റ്, ഓഫീസ് സാലറീസ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറീസ്, ഓഡിറ്റ് ഫീസ്, ലീഗൽ ചാർജസ്, ഓഫീസേഴ്സ് സാലറീസ്, പിന്നെ ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡയറക്ടേഴ്സ് ഫീസ്, ടെലിഫോൺ ചാർജസ്, എക്സെട്ര. ഇതൊക്കെയാണ് ഓഫീസ് ഓവർഹെഡ്സിൽ വരുന്നത്. അടുത്ത് സെല്ലിംഗ് ഓവർഹെഡ്സ്. സെല്ലിംഗ് ഓവർഹെഡ്സ് പറഞ്ഞാൽ സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ്സ് ആണ് സെല്ലിംഗ് ഓവർഹെഡ്സ് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസിങ്, സെയിൽസ്മാൻ സാലറി, കമ്മീഷൻ, ബാഡറ്റ്സ്, ട്രാവലേഴ്സ് സാലറീസ്, സെയിൽസ് ഓഫീസർ സാലറീസ്, എക്സെട്ര. നെക്സ്റ്റ് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിനെ നമ്മൾ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് കൺസ്യൂമേഴ്സിൻ്റെ പ്ലേസിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വരുന്ന ഓവർഹെഡ്സുകൾ. അങ്ങനെയുള്ള ഓവർഹെഡ്സിന് പറയുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്.
പ്രധാനമായിട്ടും ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗോഡൗൺ റെൻറ്റ്, വെയർഹൗസ് സ്റ്റാഫ് സാലറി, ഡെലിവറി വാൻ എക്സ്പെൻസസ്, പാക്കിംഗ് എക്സ്പെൻസസ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിൻ്റെ എക്സാമ്പിൾസ്. ഓവർഹെഡ്സ് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്, ഇൻഡയറക്റ്റ് ചാർജസ് ആണ്. അതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഫാക്ടറിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ്സ് ആണ്, ഓഫീസിലാണെങ്കിൽ അത് ഓഫീസ് ഓവർഹെഡ്സ്, സെയിൽസുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിന് സെല്ലിംഗ് ഓവർഹെഡ്സ്, ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ അതിന് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൈം കോസ്റ്റ്. It is the aggregate of direct material cost, direct labor cost and direct expenses. നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പഠിച്ചായിരുന്നു. 3 എലമെൻറ്റ്സ് ആണുള്ളത്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഈ മെറ്റീരിയലിനെ, ലേബറിനെ, എക്സ്പെൻസസിനെയും വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതിനെല്ലാം കൂടെ കൂട്ടി നമ്മൾ പറയുന്നതാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പം ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പ്രധാനമായിട്ടും 3ആയിട്ടാണുള്ളത്: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. മെറ്റീരിയൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ലേബർ കോസ്റ്റിനെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. എക്സ്പെൻസസിനെയും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് നമ്മൾ പറയുന്നത് ഓവർഹെഡ്സ് എന്നാണ് പറയുന്നത്. ഓവർഹെഡ്സ് പ്രധാനമായിട്ട് 4എണ്ണമാണുള്ളത്: ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് ഓവർഹെഡ്സ്, സെല്ലിംഗ് ഓവർഹെഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. പിന്നെ നമ്മൾ പഠിച്ച പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൂടുന്നതിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, ബൈ.